അവൻ പലർക്കും ദൈവത്തെ സ്തുതിക്കാൻ പറ്റാതിരിക്കുമ്പോൾ അവരെക്കാൾ ഒന്നുകൂടെ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാനുള്ള വ്യക്തിപരമായ ചില ഇടപെടലുകളും വ്യക്തിപരമായ ചില വിടുതലുകളും ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. അത് അനുഭവിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പലർക്കുമില്ലാത്ത ചില അനുഭവങ്ങൾ ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കണം, അതോർത്ത് ദൈവത്തെ ആരാധിക്കണം. അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയാൻ കഴിയും പലർക്കുമില്ലാത്ത ചില വ്യക്തിപരമായ അനുഭവങ്ങൾ എൻ്റെ ദൈവവുമായിട്ട് എനിക്കുണ്ടെന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നവർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, അവർക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. അവർ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കണം. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ അനുഭവങ്ങളല്ല നിങ്ങളുടെ അനുഭവങ്ങൾ. ഓരോരുത്തരുടെയും വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓരോരുത്തരുടെയും വ്യത്യസ്തമായ അനുഭവങ്ങൾ. അങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ദൈവം തന്നിട്ടുള്ളവർ ആരാധനയിൽ വ്യത്യസ്തരാകണം. സ്തോത്രം, ഹല്ലേലൂയ. എല്ലാവരും ആരാധിക്കുന്നത് പോലെ ഞാൻ ആരാധിച്ചാൽ പോരാ. കാരണം ഞാൻ അവരിൽ നിന്നും അവരെക്കാൾ ഒത്തിരി കൂടുതൽ പ്രാപിച്ചവരാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് വിളിച്ചത്, അധികം ഇളച്ചു കിട്ടിയവർ അധികം എന്നെ സ്നേഹിക്കും, ദൈവത്തെ സ്നേഹിക്കും. അധികം ഇളച്ചു കിട്ടിയവർ എത്ര പേർക്ക് പറയാൻ കഴിയും? പലർക്കും ഇളച്ചു കിട്ടാത്തതുപോലെ ദൈവം എനിക്ക് ഇളച്ചു തന്നിട്ടുണ്ട്. പലർക്കും ലഭിക്കാത്ത നന്മകൾ, എൻ്റെ കൂടപ്പിറപ്പുകൾക്ക് ലഭിക്കാത്ത നന്മകൾ, എൻ്റെ സഹപാഠികൾക്ക് ലഭിക്കാത്ത നന്മകൾ, എൻ്റെ കൂട്ടു സഹോദരങ്ങൾക്ക് ലഭിക്കാത്ത നന്മകൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാനുണ്ടെന്ന് അനുഭവമുള്ളവർ അല്പസമയം ശക്തിയോടെ ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. അവൻ നിന്റെ കൂട്ടുകാർക്ക് പോലും കൊടുക്കാത്ത ചില നന്മകൾ നിനക്ക് തന്നെങ്കിൽ, നിന്നേക്കാൾ ബുദ്ധിയുണ്ടായിരുന്നവർ, നിന്നേക്കാൾ സ്കൂളിൽ പഠിച്ചവർ, നിന്നേക്കാൾ കഴിവുള്ളവർ, നിന്നേക്കാൾ ആരോഗ്യമുള്ളവർ, നിന്നേക്കാൾ കുലീനതയുള്ളവർക്ക് പലർക്കും ലഭിക്കാത്ത ചില പദവികളും ചില നന്മകളും ചില വിടുതലുകളും ചില ഉയർച്ചകളും നിനക്ക് തന്ന് നിന്നെ മാനിച്ചാണ് നടത്തുന്നതെങ്കിൽ, ഇന്ന് പകൽക്കാലം മറ്റുള്ളവർ ആരാധിക്കുന്നത് പോലെ